പർവത്പൂർ എന്നൊരു ഗ്രാമത്തിൽ രണ്ട് സഹോദരന്മാർ ഉണ്ടായിരുന്നു. രണ്ടുപേരും കൃഷിക്കാരാണ്. രണ്ട് സഹോദരന്മാരുടെയും കല്യാണവും കഴിഞ്ഞിരുന്നു. എന്നാൽ വലിയവൻ സൂരജ് അനിയൻ മനീഷിനെ കണ്ട് എപ്പോഴും അസൂയപ്പെട്ടിരുന്നു. എപ്പോൾ നോക്കിയാലും മനീഷിന്റെ കൃഷിനിലം അയാൾ കൈക്കലാക്കണമെന്ന് കരുതിയിരുന്നു. സൂരജും ഭാര്യ കോയലും പിന്നെ മനീഷ് തന്റെ ഭാര്യ ഖുഷ്ബുവിന്റെ കൂടെ അവരവരുടെ വീട്ടിലായിരുന്നു ജീവിച്ചു വന്നിരുന്നത്. ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ അവർ തമ്മിൽ ഒത്തൊരുമയേയില്ല. രണ്ട് കുടുംബങ്ങളും തമ്മിൽ എപ്പോൾ നോക്കിയാലും വഴക്കായിരുന്നു. മനീഷ് തന്റെ ഭാര്യ ഖുഷ്ബുവിന്റെ കൂടെ കൃഷിനിലത്തിലേക്ക് പോയി. അപ്പോഴാണ് സൂരജ് തന്റെ ഭാര്യയുമായി അവിടേക്ക് വന്ന് ഇങ്ങനെ പറഞ്ഞത്. എടാ, നിനക്കറിയാമോ, ഇത്തവണ വിളവുകൾ വളരെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇത്തവണ നമ്മുടെ നിലത്തിൽ സ്വർണം പോലെ വിളവുകൾ കിട്ടി. എനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. എന്നാൽ ബാക്കിയുള്ളവരുടെ നിലത്തിൽ പോയി നോക്ക്, അവർക്ക് ഒരു നെല്ല് പോലും ശരിക്കും വളർന്നിട്ടില്ല. ഇത്തവണ ചേട്ടന്റെ നിലത്തിൽ ഒരുപാട് വിളവ് കിട്ടിയെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. സൂരജും കോയലും പറഞ്ഞത് കേട്ട് മനീഷും ഖുഷ്ബുവും ഒരുപാട് വിഷമത്തോടെ അവരുടെ കൃഷിനിലത്തിലേക്ക് പോയി. നമ്മുടെ നിലത്തിലും നല്ല വിളവുകൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കൃഷി ചെയ്യാൻ ഇപ്പോൾ മുതൽ നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റൂ. നമുക്ക് ഇത്തവണ കോസ്റ്റ്ലി വളം തന്നെ ഇടാം. പിന്നെ നിലത്തിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. രണ്ടുപേരും അവിടെ നിന്ന് അവരുടെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം മാർക്കറ്റിൽ വിളവുകളുടെ വില പറയുകയായിരുന്നു. അതുകൊണ്ട് ഒരുപാട് കൃഷിക്കാർ അവരുടെ വിളവുകളുമായി അവിടേക്ക് വന്നു. സൂരജും കോയലും അപ്പോൾ അവിടേക്ക് വന്നിരുന്നു. നിന്റെ കയ്യിൽ എത്രത്തോളം വിളവുണ്ടെന്നാ? ഈ വിളവൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ വിൽക്കൂ. ഇതിന്റെ വില ഞാൻ തന്നെ പറയാം. ചേച്ചി, നിങ്ങളുടെ പേര് മാത്രമാണ് കോയൽ, എന്നാൽ നിങ്ങളുടെ സംസാരം ക്രൂരമാണ്. ഞങ്ങൾക്ക് എത്ര വില കിട്ടുന്നോ അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇത് കേട്ട് കോയൽ തല താഴ്ത്തി അവിടെ നിന്നും പോയി. മറുവശത്ത് ഖുഷ്ബു അവരുടെ വിളവിന് വേണ്ടി വിലപേശിക്കൊണ്ട് നിന്നു. ഓ അനിയത്തി, വരൂ. ഇത്തവണ നിങ്ങൾക്ക് വിളവ് എങ്ങനെ കിട്ടിയിട്ടുണ്ട്? കാണുമ്പോൾ നന്നായി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തു പറയാനാ ചേട്ടാ, ഇത്തവണ വിളവ് നന്നായി കിട്ടി. എന്നാൽ കുറച്ച് വിലയേ കിട്ടിയുള്ളൂ. കടലയൊന്നും ഇപ്പോൾ ആരും വിളവെടുക്കുന്നതേ ഇല്ല. ഇപ്പോൾ നിലത്തിലേക്ക് ആരും കടല ഇടുന്നതേ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ കടലയ്ക്ക് നല്ല വിലയാ. ഖുഷ്ബു മാർക്കറ്റിൽ തന്റെ വിളവിനായുള്ള ശരിയായ വില തീരുമാനിക്കുന്നതിന് മുൻപ് അവിടെ കോയലിന്റെ വിളവുകൾക്ക് വില തീരുമാനിക്കപ്പെട്ടു. ധാന്യത്തിന് കിട്ടിയ വില കേട്ട് സൂരജും കോയലും ഒരുപാട് വിഷമിച്ചു. മറുവശത്ത് മനീഷും ഖുഷ്ബുവും കടലയ്ക്ക് കിട്ടിയ വില കേട്ട് ഒരുപാട് സന്തോഷിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതാ, ഇത്തവണയും നമുക്ക് നിലത്തിൽ കടല പാകാമെന്ന്. എന്നാൽ നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഇപ്പോൾ നോക്ക്, നമ്മളെക്കാൾ കൂടുതൽ ആ മനീഷിനാണ് കൂടുതൽ പണം കിട്ടിയത്. അയ്യോ, ഇപ്പോൾ അതുകൊണ്ട് എന്താ കുഴപ്പം? അടുത്ത തവണ നമുക്കും കടല പാകാം. ഇതിലിത്ര വലിയ കാര്യം എന്താ? സൂരജും കോയലും കടല വിളയിച്ചെടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. മറുവശത്ത് മനീഷും ഖുഷ്ബുവും അവരും കടല വിളയിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ആ, ഞാൻ വിളിക്കുന്നത് കേൾക്കാമോ? ഇത്തവണയും നമുക്ക് നമ്മുടെ നിലത്തിൽ കടല പാകാം. ഇത്തവണയും നമുക്കതിൽ നല്ല ലാഭം കിട്ടും. അങ്ങനെ കാലം കടന്നുപോയി. സൂരജ് കോസ്റ്റ്ലി ആയ വളങ്ങൾ കൊണ്ടുവന്ന് തന്റെ കടല വിളവുകൾക്ക് ഇട്ടുകൊടുത്തു. അതോടൊപ്പം അയാൾ ആ വിളവുകൾ നന്നായി സംരക്ഷിച്ചു. നമുക്ക് നമ്മുടെ വയലിന്റെ 4 വശത്തും കമ്പിവേലി ഇട്ടേ പറ്റൂ. അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗം വന്ന് നമ്മുടെ നിലത്തിൽ നമ്മുടെ വിളവുകളെല്ലാം അത് നശിപ്പിക്കും. ഇല്ലെന്നേ, ഒന്നാമത് നമ്മുടെ വിളവുകൾക്ക് ഒരുപാട് ചിലവായി. ഇനി ഇതിനു മുകളിൽ നമുക്ക് ചിലവ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് ഇതല്ലാതെ വേറെ വഴിയൊന്നുമില്ല. ഏതെങ്കിലും മൃഗം വന്ന് വിളവുകളെല്ലാം നശിപ്പിച്ചാൽ നമുക്കതിൽ നിന്നും പിന്നെ എന്ത് കിട്ടാനാ? നിങ്ങളുടെ അനിയൻ അയാളുടെ നിലത്തിൽ ഒരു വേലിയും ഇട്ടില്ല. പിന്നെ നമ്മളെന്തിനാ ഇടുന്നത്? മനീഷും തന്റെ കൃഷിനിലം വളരെ നന്നായി തന്നെ സംരക്ഷിച്ചിരുന്നു. എല്ലാ ദിവസം രാത്രിയും അയാൾ തന്റെ കൃഷിനിലത്തിൽ തന്നെ കട്ടിലിട്ട് കിടന്നിരുന്നു. ഇത്തവണ ഞാൻ എന്റെ വിളവുകൾ വളരെ നന്നായി നോക്കും. ഇത്തവണ കടല വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് ഒരു വർഷം വിഷമിക്കാതെ വീട്ടു ചിലവുകൾ നോക്കാം. നമ്മൾ പ്രാർത്ഥിച്ചത് ഉറപ്പായും നടക്കുമെന്നേ. നമ്മൾ ഇനിയും കഷ്ടപ്പെട്ട് വിളവുകൾ എടുത്ത് മാർക്കറ്റിൽ വിൽക്കാം. സൂരജ് മനീഷിന്റെ കടലയുടെ വിളവുകൾ കണ്ട് അയാൾ ഒരുപാട് അത്ഭുതപ്പെട്ടു പോയി. കാരണം മനീഷിന്റെ വിളവുകൾ നന്നായി വളർന്നിരുന്നു. അതോടൊപ്പം അത് സ്വർണം പോലെ തിളങ്ങിക്കൊണ്ടേയിരുന്നു. ഇതെല്ലാം കണ്ട് അയാൾ ഉടനെ തന്റെ ഭാര്യ കോയലിന്റെ അടുത്ത് പോയി അയാൾ കണ്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഇന്ന് പോയപ്പോൾ എന്റെ അനിയന്റെ കൃഷിനിലം കണ്ടു. നമ്മുടെ നിലത്തേക്കാൾ അവരുടെ നിലത്തിൽ 10 മടങ്ങ് കൂടുതൽ കടല വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അത് എങ്ങനെ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ പറയുന്നത് 100% സത്യമാ. എന്നാൽ ഇതെങ്ങനെ സാധ്യമാകും?
കോസ്റ്റില് വളവും ഇട്ടില്ല, ശരിക്ക് നോക്കിയതുമില്ല. എന്നിട്ടും എങ്ങനെ ഇത്രയും വിളവ് കിട്ടി? എനിക്ക് ആ ഖുഷ്ബുവിന്റെ കളിയാക്കൽ കാണാൻ വയ്യ. നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിൽക്ക്, എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു മന്ത്രവാദിയുണ്ട്. അയാൾ ഉറപ്പായും ഇത് എല്ലാം ശരിയാക്കി തരും. പേടിക്കണ്ട, ആ മനീഷിന്റെ നാശകാലം തൊട്ടടുത്ത് തന്നെയുണ്ട്. അങ്ങനെ സൂരജും കോയലും മന്ത്രവാദിയുടെ അടുത്തേക്ക് പോയി. പിന്നെ അയാളോട് ഈ പ്രശ്നത്തിനുള്ള പരിഹാരവും ചോദിച്ചു. അറിയാം, എനിക്കെല്ലാം അറിയാം. ഇവിടേക്ക് നോക്കൂ. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് ഒരു വസ്തു തരാം. അത് കൊണ്ടുപോയി നിങ്ങളുടെ അനിയന്റെ നിലത്തിലിടൂ. വിളവുകളെല്ലാം തന്നെ നശിച്ചു പോകും. ആ വിളവുകൾ മുഴുവനും ഇരുമ്പായും മാറും. മന്ത്രവാദി സൂരജിന് ഒരു മരുന്നും കൊടുത്തു. ആ മരുന്ന് കൊണ്ടുപോയി മനീഷിന്റെ വിളവുകളിലും ഇടാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം. അങ്ങനെ രാത്രി ആയതും സൂരജ് മനീഷിന്റെ കൃഷിനിലത്തിൽ ആ മന്ത്രവാദി കൊടുത്ത മരുന്ന് ഒഴിച്ചു. അടുത്ത ദിവസം രാവിലെ മനീഷ് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് തന്റെ വിളവുകൾ കണ്ടതും ഒരുപാട് ഷോക്കായി. അയാൾ അവിടെ തന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടേയിരുന്നു. അയ്യോ ദൈവമേ, എന്താ ഇത്? എന്റെ വിളവുകളെല്ലാം ഇരുമ്പായി മാറിയല്ലോ. അയ്യോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇനി ഒരു വർഷം വരെ ഞാൻ എന്റെ വീട് എങ്ങനെ നോക്കും? ഖുഷ്ബു, ഖുഷ്ബു, നീ എവിടെയാ? ഇവിടെ വന്ന് നോക്ക്, നമ്മുടെ വിളവുകളൊക്കെ എങ്ങനെയായെന്ന്. മനീഷിന്റെ ഈ നിലവിളി കേട്ട് ആ സ്ഥലത്തിലേക്ക് ഖുഷ്ബുവും പിന്നെ നാട്ടുകാരും തടിച്ചുകൂടി. അവരുടെ കൂടെ തന്നെ സൂരജും കോയലും വന്നു. പെട്ടെന്ന് ഇത് എങ്ങനെ സംഭവിച്ചു? നമ്മുടെ വിളവുകൾക്ക് ഇന്നലെ വരെ കുഴപ്പമില്ലായിരുന്നല്ലോ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഇപ്പോൾ നമ്മൾ ഇനി എന്തു ചെയ്യും? അവിടെ നിൽക്കുന്ന ഇരുമ്പ് കടല കണ്ട് സൂരജും കോയലും ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു. അയ്യോ പോട്ടെ, ഞാൻ നിനക്ക് കുറച്ച് കടല തരാം. അത് കൊണ്ടുപോയി ഭക്ഷണത്തിന് വേവിച്ച് തിന്ന്. ഇനി എന്ത് ചെയ്യാൻ പറ്റും ഖുഷ്ബു? ഇപ്പോൾ നീ കരയുന്നതൊന്ന് നിർത്ത്. നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കടല കഴിക്കേ. ഞാനിപ്പോഴാ കരഞ്ഞത്. ഞങ്ങൾക്ക് എത്ര നഷ്ടം വന്നാലും ശരി, ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് മാത്രം വരികയില്ല. നിങ്ങൾ അതോർത്ത് വിഷമിക്കണ്ട. രണ്ടു കുടുംബക്കാരുടെയും വഴക്ക് കേട്ട് ഗ്രാമത്തലവൻ ചിരിച്ചുകൊണ്ടേ വന്നു. എന്നിട്ട് പറഞ്ഞു, എടോ മനീഷ്, താൻ എന്തിനാണോ ഇപ്പോൾ കരയുന്നത്? താനിപ്പോൾ സന്തോഷിക്കേണ്ട സമയമാ. ഞാൻ എങ്ങനെ സന്തോഷിക്കും? ഈ കടല ഇപ്പോൾ ആര് വാങ്ങാനാ? എടോ, താൻ ഇങ്ങനെ ചിന്തിക്ക്. കടലയായിരുന്നെങ്കിൽ തനിക്ക് കുറച്ച് ലാഭമേ കിട്ടുകയുള്ളായിരുന്നു. എന്നാൽ ഇപ്പോൾ തന്റെ നിലത്തിലുള്ളത് ഇരുമ്പ് കടലയാ. അതും നല്ല ഗുണമേന്മയുള്ള ഇരുമ്പ്. ഇരുമ്പിന് ഇപ്പോൾ മാർക്കറ്റിൽ എന്ത് ഡിമാൻഡാണെന്ന് അറിയാമോ? ഈ ഇരുമ്പെല്ലാം താൻ കൊണ്ടുപോയി വിറ്റാൽ ഈ ഗ്രാമത്തിലെ തന്നെ പണക്കാരൻ താനായി മാറും. സത്യമായിട്ടും ഈ ഇരുമ്പൊക്കെ വാങ്ങുന്നത് പോലെ ആരെയെങ്കിലും താങ്കൾക്ക് പരിചയമുണ്ടോ? അയ്യോ, എനിക്ക് അറിയാം. നീ ഒന്നോർത്തും വിഷമിക്കണ്ട. സന്തോഷത്തോടെ ഇരിക്കെ. ഇത് എങ്ങനെ വിൽക്കണോ ഞാൻ വിറ്റുതരാം. ഗ്രാമത്തലവൻ പറഞ്ഞതുപോലെ മനീഷ് തന്റെ ഇരുമ്പ് കടലകൾ വിറ്റു. അങ്ങനെ അയാൾ സന്തോഷത്തോടെ ജീവിച്ചു. മറുവശത്ത് സൂരജിന്റെയും കോയലിന്റെയും വിളവുകൾ മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്ക് വിറ്റുപോയി. അവർ അങ്ങനെ ഒരു പാഠവും പഠിച്ചു. മനീഷും ഖുഷ്ബുവും ഒരു വലിയ വീടും പണിത് അതിൽ തന്നെ സന്തോഷത്തോടെ ജീവിക്കാനും തുടങ്ങി. റാണിഗഞ്ച് എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. ഗ്രാമത്തിന്റെ പേര് മാത്രമാണ് റാണിഗഞ്ച്. കാരണം ആ ഗ്രാമത്തിന്റെ ജമീന്ദാർ വളരെ ദ്രോഹിയും പാപിയുമാണ്. ജനങ്ങളുടെ കാശ് കൊള്ളയടിക്കുന്നത് അവന്റെ ജോലി മാത്രമല്ല, അവന്റെ ജീവിതവുമായി മാറി. മുതലാളി സാറേ, ഈ കാശ് എന്റെ അടുത്തുണ്ടായിരുന്ന ബാക്കിയുള്ള സ്ഥലമെല്ലാം വിറ്റ കാശാണ്. ബാക്കിയുള്ള സ്ഥലമെല്ലാം നിങ്ങളുടെ അടുത്ത് പണയം വെച്ചിരിക്കുകയാണ് മുതലാളി. ഈ സ്ഥലം ആരടുത്താണ് വിറ്റത്? എന്താ എന്റെ അടുത്ത് വിൽക്കാത്തത്? ഞാൻ ആ സ്ഥലം നിങ്ങളുടെ അനുജൻ രുദ്ര ടാഗോറിനാണ് വിറ്റത്. അതൊന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് എന്റെ കാശാണ് ആവശ്യം. ഇല്ലെങ്കിൽ നിന്റെ മൊത്ത കുടുംബം എന്റെ വീട്ടിൽ ജോലി ചെയ്യണം, മനസ്സിലായോ? മുതലാളി സാറേ, ദയവ് ചെയ്ത് എന്നോട് കരുണ കാണിക്കൂ. എന്റെ കയ്യിൽ കാശുമില്ല, എന്റെ കയ്യിൽ വീടുമില്ല, പിന്നെ സ്ഥലവുമില്ല. പറയണമെങ്കിൽ എന്റെ കുടുംബം മാത്രമാണുള്ളത്. പക്ഷേ നിങ്ങൾ അവരെയും നിങ്ങളുടെ അടിമകളാക്കി നിങ്ങൾക്ക് ജോലി ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എടാ പിള്ളേരെ, ഈവിന്റെ ചെക്കനെ എടുത്തിട്ട് നമ്മളെ വീട്ടിലെ ജോലിക്ക് വിട്ടേക്ക്. എപ്പ അവര് കാശ് തിരിച്ചു തരുന്നോ അപ്പൊ ആ ചെക്കനെ തിരിച്ചു കൊടുത്താ മതി. ജമീന്ദാറിനെ കണ്ടതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പേടിക്കും. അദ്ദേഹം എവിടേക്ക് പോയാലും ജനങ്ങൾ ചെന്ന് അവരുടെ വീടിന്റെ കതകും ജനലും ഒക്കെ പൂട്ടിവെക്കും. എന്റെ ദൈവമേ, ഈ ജമീന്റെ അഴിവുകാലം എപ്പോഴാ വരാൻ പോന്നും അറിയില്ല. പകൽ നേരത്ത് പുറത്തു പോകാനും പറ്റുന്നില്ല, രാത്രി നേരത്തിൽ ഉറങ്ങാനും പറ്റുന്നില്ല. അവസാനമായി ഞാൻ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് പോലും എനിക്കിപ്പോൾ ഓർമ്മയില്ല.
പോയ പ്രാവശ്യം ഞാന് പശുവിന്റെ തൊഴുത്തിലാണ് കിടന്നുറങ്ങിയത്. കുറെ നേരം ഉറങ്ങിപ്പോയി. എന്റെ ഉറക്കം ശരിയേ ആയിട്ടില്ല. അത്ര നേരം ഉറങ്ങിപ്പോയി. പക്ഷെ ഇപ്പോ 3-4 ദിവസമായി മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട്. പിന്നെ വീണ്ടും എപ്പോഴാണ് അതുപോലെ ഞാൻ ഉറങ്ങാൻ പോകുന്ന അറിയില്ല. നിങ്ങളുടെ അവസ്ഥ എനിക്ക് വളരെ നന്നായി മനസ്സിലാകുന്നുണ്ട്. ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനം കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മൾ എന്തുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ചേർന്ന് പോലീസിനോട് കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല? നീ പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മള് ഗ്രാമത്തിൽ ജനങ്ങളൊക്കെ ചേർന്നിട്ട് അയാളെ പറ്റി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താൽ പിന്നെ എല്ലാ പ്രശ്നവും ശരിയാവൂലേ? അവന് ജയിലാണ് ശരിയായ സ്ഥലം. വൈഗുൺ ഗ്രാമത്തിലെ ജനങ്ങളെ മൊത്തം ഒന്നിച്ചു ചേർത്തു. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് വൈഗുണ്ട് എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. ഇവിടെ നോക്കൂ, എന്നെ കൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സഹായവും ചെയ്യാൻ പറ്റില്ല. ആ ജമീന്ദാറിന് ഒരുപാട് ആൾക്കാരെ ഇവിടെ അറിയാം. എന്നെയും എന്റെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളെയും ജോലിയിൽ നിന്ന് പറഞ്ഞയക്കാനും അദ്ദേഹത്തിന് സാധിക്കും. ദയവായിട്ട് ഇതൊന്നും നിങ്ങൾ ചെയ്യല്ലേ, കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയാണ് മുഖ്യം. ഗ്രാമത്തിലെ ജനങ്ങളും സങ്കടത്തോടെ അവിടെ നിന്നും തിരിച്ചുപോയി. പക്ഷെ ഗ്രാമത്തിലെ ജനങ്ങൾ കംപ്ലൈന്റ് ചെയ്ത കാര്യം ടാഗോർ ജമീന്ദാർ അറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം എല്ലാരോടും പറഞ്ഞു, നിങ്ങൾ ഗ്രാമത്തിൽ ജനങ്ങളൊക്കെ ചേർന്നിട്ട് പോലീസ് സ്റ്റേഷൻ പോയിട്ട് എന്നെ കംപ്ലൈന്റ് കൊടുത്തെന്ന് പറഞ്ഞല്ലോ. പിന്നെ ആരൊക്കെയാ കാണാൻ പോയത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ വൈകുണ്ട്? മുതലാളി, ഞാൻ എന്തിനാ പോയെന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ കമ്മൽ കാണാണ്ടായി പോയി. അത് കംപ്ലൈന്റ് കൊടുക്കാനാ പോയത്. ഹാ, നിന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. റൺകോൺ, പോയി ഇവന്റെ അമ്മേനെ വിളിച്ചിട്ട് വാ. ട്രീറ്റ്മെന്റ് ഞാൻ കൊടുത്തോളാം. ജമീന്ദാർ തന്റെ ആളുകളെ വീട്ടിനകത്തേക്ക് അയച്ച് വൈകുണ്ഠന്റെ അമ്മയെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ നിങ്ങളെ മര്യാദയ്ക്ക് ചികിത്സ ചെയ്താൽ പിന്നെ അമ്മയുടെ എല്ലാ സുഖവും പോയി കഴിയും. ജമീന്ദാർ ഇത് പറഞ്ഞിട്ട് വൈകുണ്ഠന്റെ അമ്മയെ താഴേക്ക് തള്ളിവിട്ടു. അമ്മേ, നിങ്ങൾക്കൊന്നും ആയിട്ടില്ലല്ലോ? ഞങ്ങളെ പോലെ പാവപ്പെട്ടവരെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന നിനക്ക് നന്നായിട്ടുണ്ടല്ലേ? നോക്കിക്കൊണ്ടേയിരിക്കെ, ഞങ്ങളുടെ പാവമ്മയ്ക്ക് ഒരു ദിവസം നിന്നെ വെറുതെ വിടില്ല. നോക്കിക്കോ, പിന്നീട് നീ നിന്റെ തല കുനിക്കേണ്ടി വരും. ഞാൻ ആ ഭഗവതി അമ്മനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളാം. പോ പോ, ഞാൻ നിനക്ക് ശാപം നൽകുകയാണ്. നിന്റെ ജീവിതം മുഴുവൻ നീ ഒരു കൂനനായിട്ട് ജീവിക്കാൻ പോവുകയാണ്. ആ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞതും തന്നെ വലിയ മിന്നലടിച്ചു. പിന്നെ കൊടുങ്കാറ്റ് വീശി. പെട്ടെന്നൊരു വെളിച്ചം വന്നു. അത് ജമീന്ദാറിന്റെ മേലിൽ പതിച്ചു. ഉടനെ അദ്ദേഹം കൂനനായി മാറി. ഇതെന്താ? ഇത് എങ്ങനെ സംഭവിച്ചു? എന്നെ കൊണ്ട് കൂനനായിട്ട് ഇരിക്കാൻ പറ്റില്ല. ജമീന്ദാർ കൂനനായതും തന്നെ അവിടെ നിന്നും ഓടിപ്പോയി. ഗ്രാമത്തിലെ ജനങ്ങൾ അദ്ദേഹം കൂനനായി മാറിയത് കണ്ട് സ്തംഭിച്ചു പോയി. എനിക്ക് എന്താ സംഭവിച്ചത്? എനിക്ക് എന്തിനാ ഇങ്ങനെ നടന്നത്? എനിക്ക് എന്തിനാ ഭഗവാൻ ഇങ്ങനെ സംഭവിച്ചത്? ദൈവമേ രക്ഷിക്ക്. ഇതെല്ലാം നിങ്ങൾ ചെയ്ത പാപത്തിനും അനീതിക്കും കിട്ടിയ സമ്മാനമാണ്. ഞാൻ ജനങ്ങളുടെ അടുത്തുനിന്ന് കുറച്ച് പൈസ വാങ്ങിച്ചു. അതിനെന്തിനാ എനിക്ക് ഇത്രയും വലിയ ശിക്ഷ കിട്ടേണ്ടത്? എന്റെ ദൈവമേ. വിഷയം കുറച്ചു പണമൊന്നുമല്ല. ആ പാവപ്പെട്ടവരുടെ ശാപവും നിങ്ങൾ ചെയ്ത തെറ്റായ പ്രവൃത്തിക്കുള്ള ശിക്ഷയുമാണ്. നിങ്ങളുടെ ഈ ശാപം എന്നെയും എന്റെ കുട്ടിയെയും ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. ഞാൻ നിങ്ങളെ വിട്ടു പോവുകയാ. മോനെയും കൂടെ കൊണ്ടുപോകുന്നു. ജമീന്ദാർ കൂനനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ ഇട്ടിട്ട് തന്റെ മോനെയും കൊണ്ടുപോയി. ജമീന്ദാറിന്റെ അവസ്ഥ വളരെ മോശമായി. ഒരുപാട് മാസങ്ങൾ കടന്നുപോയി. ഈ മാസങ്ങൾക്കിടയിൽ ആ കൂനൻ ഒരുപാട് ഡോക്ടർമാർ, വൈദ്യന്മാർ, ഒരുപാട് ആൾക്കാരോട് തന്റെ കൂനിന്റെ വൈദ്യം ചെയ്യാനായി കണ്ടു. ഈ പ്രശ്നത്തിന് ഒരു തീർവ് കാണാൻ ഭയങ്കര കഠിനമാണ്. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഈ കൂനൻ ശരിപ്പെടുത്താൻ പറ്റില്ലെന്നാ തോന്നുന്നത്. അങ്ങനെ നിങ്ങൾ പറയരുത്. എന്റെ എല്ലാ തെറ്റും എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും തീർവുണ്ടാവും. ഈ പ്രശ്നത്തിന് ആരും നിങ്ങളെ സഹായിക്കാനേ പറ്റില്ല. പക്ഷേ ആരാണ് കാരണം നിങ്ങൾക്ക് ഈ കൂന് വരാനുണ്ടോ? നിങ്ങൾ ആ വ്യക്തിൻ്റെ അടുത്ത് എന്നെ പോയി ക്ഷമ ചോദിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ശരിയാനുള്ളതുണ്ടാവും. വൈദ്യരെ മറക്കാൻ പാടില്ല. ഈ ഗ്രാമത്തിലെ ഞാനാണ് വലിയ ടാക്കൂർ എന്ന്. ഈ ടാക്കൂർ ആരെടുത്തും താഴെ വീണ് ക്ഷമ ചോദിക്കില്ല. വയൽ, തോട്ടം, വിളച്ചൽ എല്ലാം എനിക്ക് സ്വന്തമാണ്, കേട്ടോ? എന്റെ അടുത്താണോ പറയുന്നത് അവരെടുത്ത് കാലിൽ വീകണമെന്ന്? നിങ്ങളുടെ അഹംഭാവം ഇന്നും കുറഞ്ഞിട്ടേ ഇല്ലല്ലോ. നിങ്ങൾ ഈ സ്ഥിതിയിൽ നിൽക്കുന്നതാണ് നല്ലത്. ദിവസങ്ങൾ അങ്ങനെ ഒരുപാട് കടന്നുപോയി. അദ്ദേഹത്തിന്റെ കൂന് ശരിയായതേ ഇല്ല. ശോഷിച്ചു പോയി. വേറെ വഴിയില്ലാതെ ആ വയസ്സായ അമ്മയുടെ വീട്ടിലേക്ക് പോയി അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, നിന്റെ ശാപം കൊണ്ട് ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെടുകയായിരുന്നു. ദയവായിട്ട് എന്റെ അടുത്ത് കരുണ കാണിക്കൂ. ഞാൻ ഇനി ഏത് ഗ്രാമത്തിലെ ആൾക്കാരും ഏതൊരു പാവപ്പെട്ടവനും ഞാൻ അവരെ പറ്റിക്കുകയില്ല.
നീ മൊത്ത ഗ്രാമത്തിന്റെ ജീവിതമാണ് നശിപ്പിച്ചിരിക്കുന്നത്. ആ ശാപാണ് നീ അനുഭവിക്കുന്നത്. എന്നോട് ക്ഷമിക്കണം, ഇതിന് എന്തെങ്കിലും ഒരു തീർവ് പറഞ്ഞതാ. ഞാൻ എല്ലാവരുടെ സ്ഥലം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്കാം, പണവും തിരിച്ചു കൊടുത്തേക്കാം. നിന്റെ അമ്മ ഇവിടെ വന്നിട്ട് ഇതിനുള്ള തീർവ് തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിന്റെ വീട് വിട്ടു പോവില്ല. ആ കൂനൻ വയസ്സായ അമ്മുമ്മയുടെ വീട്ടിലേക്ക് പോയി പുലമ്പാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ പുലപ്പം കേട്ട് ആ അമ്മുമ്മ പറഞ്ഞു, അങ്ങനെ നിനക്ക് വീണ കൂന് ശരിയാകണമെങ്കിൽ നീ ഈ ഗ്രാമത്തിലെ ജനങ്ങളെ മൊത്തം സന്തോഷിപ്പിക്കണം. എങ്കിലേ നിനക്ക് ഈ കൂനിൽ നിന്നും വിമോചനം ലഭിക്കുകയുള്ളൂ. ഞാൻ എല്ലാ കാര്യം ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അതിനെ ചെയ്തോളാം. ഇതുപോലെ കൂനനായിട്ട് ജീവിക്കുന്ന പകരം ഞാൻ മരിച്ചു പോകുന്നതാണ് നല്ലത്. ഞാൻ ചെയ്ത എല്ലാ തെറ്റും നന്നായിട്ട് ഉണർന്നു കഴിഞ്ഞു. അപ്പോഴാണ് ആ മുത്തശ്ശി അദ്ദേഹത്തെ തന്റെ വീട്ടിന്റെ വാതിൽക്കലുള്ള ഒരു ചെറിയ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയത്. അത് ഭഗവതി അമ്മൻ ക്ഷേത്രം. എന്താ ഇത്? നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇത് ഭഗവതി അമ്മന്റെ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിലെ പ്രസാദം നീ ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം നൽകണം. പിന്നെ അവരുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ സ്ഥലവും പണവും എല്ലാം നീ അവർക്ക് തിരിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് പൂർണ്ണമായും ഗുണമാകും. അങ്ങനെ തന്നെ ചെയ്തോളാം. അദ്ദേഹവും അതുപോലെ ചെയ്തു. ഗ്രാമത്തിലെ ജനങ്ങൾ എല്ലാവരുടെ വീട്ടിലേക്കും ചെന്ന് സ്വാഗതം ചെയ്തു. ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തോ അതിനൊക്കെ പരിഹാരം ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അതിനുവേണ്ടി ഞാൻ നിങ്ങളുടെ കാലിൽ വീകാൻ പോലും തയ്യാറാണ്. കാലിലൊന്നും വീകണ്ട, ഞാൻ പറയുന്നത് മാത്രം ചെയ്താൽ അദ്ദേഹം മതി. തന്റെ വീട്ടിൽ ഒരു വലിയ വിരുന്ന് ഏർപ്പാട് ചെയ്തു. ഭഗവതി അമ്മന് പ്രസാദം പടയലിട്ട് അദ്ദേഹം ജനങ്ങൾക്ക് ആഹാരം നൽകി. ഭക്ഷണം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, പൊളിച്ചു. ഇന്നും കുറെ കഴിക്കണം തോന്നുന്നുണ്ട്. വയറ് നിറയെ കഴിച്ചോളൂ. ജമീന്ദാർ ആ വിരുന്ന് നൽകിയതും തന്നെ ഗ്രാമത്തിലെ ജനങ്ങൾക്കെല്ലാം സന്തോഷമായി. ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. ഇനി നീ നിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. ഇത് പറഞ്ഞതും തന്നെ ആ കൂനനായ ജമീന്ദാറിന്റെ മേലിൽ ഒരു പ്രകാശം പതിച്ചു. അങ്ങനെ അദ്ദേഹം വീണ്ടും തന്റെ പഴയ രൂപത്തിലേക്ക് എത്തി. എന്താ ഇത്? ഞാൻ എന്റെ പഴയ രൂപത്തിൽ വന്നല്ലോ. ഭഗവതി അമ്മ വിജയിക്കട്ടെ, ഭഗവതി അമ്മ വിജയിക്കട്ടെ. ജമീന്ദാറിന്റെ സന്തോഷത്തിന് അളവില്ലായിരുന്നു. അദ്ദേഹം തന്റെ സ്വയരൂപം കിട്ടിയതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു മാസം വിരുന്നു നൽകി. എല്ലാവരുടെ കാശും അദ്ദേഹം തിരിച്ചു നൽകി. പിന്നീട് അദ്ദേഹം അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. ആനന്ദ്പൂർ ഗ്രാമത്തിൽ ലാലയുടെ മുന്തിരി കൃഷിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വേലക്കാരൻ ബൽദേവ് അത് നന്നായി നോക്കിക്കൊണ്ടിരുന്നു. ലാല ഇടയ്ക്കിടയ്ക്ക് ആ തോട്ടം കാണാനായി വരും. ഹാ ബലദേവ്, എല്ലാം എങ്ങനെ പോകുന്നു? എല്ലാം നന്നായി പോകുന്നു ലാലാജി. ഞാൻ ഇന്നലെ വിളകൾക്കെല്ലാം കീടനാശിനി തളിച്ചിട്ടുണ്ട്. ഞാൻ പുതിയ വിത്തുകളൊക്കെ തന്നില്ലേ, അതെങ്ങനെയുണ്ട്? നല്ലതാണ്. ഇവിടേക്ക് നോക്കൂ. ആ വിത്തിട്ടപ്പോൾ വലിയ വലിയ മുന്തിരിയൊക്കെ ഉണ്ടായി. ആ നല്ല കാര്യം. വലിയ മുന്തിരിക്ക് ഒരുപാട് പണം കിട്ടും. ശരിയങ്ങുന്നേ. ലാല ബൽദേവിനെ ശമ്പളത്തിനാണ് വെച്ചത്. ബൽദേവ് ഒരു നല്ല കർഷകൻ. പക്ഷെ അവന് സ്വന്തമായി കൃഷിയിടമില്ല. അതുകൊണ്ടാണ് ലാലയുടെ തോട്ടത്തിൽ അവൻ കൃഷി ചെയ്യുന്നത്. അതിന് പകരമായി ഒരു മാസത്തിൽ ഒരു വട്ടം ശമ്പളം ലാല കൊടുക്കും. ദിവസവും വൈകുന്നേരം 6 മണിക്ക് ബൽദേവ് അവിടുന്ന് അവന്റെ വീട്ടിലേക്ക് പോകും. ഒരു ദിവസം രാവിലെ ബൽദേവ് തോട്ടത്തിൽ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് മുന്തിരികൾ കാണാതായിരുന്നു. ഇന്നലെ ഇവിടെ എന്തോരം മുന്തിരിങ്ങയുണ്ടായിരുന്നു. പെട്ടെന്ന് ഇതൊക്കെ എവിടെ പോയി? അയ്യോയ്യോ, ഇനി ഇതെല്ലാം എന്റെ തോന്നലായിരിക്കുമോ? ചിലപ്പോൾ ആയിരിക്കും. ആ, കുഴപ്പമില്ല, വിട്. പക്ഷെ ബൽദേവ് അതിനെക്കുറിച്ച് അധികം ശ്രദ്ധിക്കാതെ എപ്പോഴും പോലെ അവൻ തോട്ടത്തിൽ പണിയെടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴും പോലെ അവൻ അവന്റെ വീട്ടിൽ പോയി. പക്ഷെ അടുത്ത ദിവസം അത് സംഭവിച്ചു. ബൽദേവ് മുന്തിരിത്തോട്ടത്തിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് മുന്തിരികൾ കാണാതായിരുന്നു. അയ്യോ, ഇതെന്താ? ഇന്നലെ ഞാൻ സത്യമായിട്ടും ഇവിടെ ഒരുപാട് മുന്തിരിങ്ങ കണ്ടതാ. ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. ആരോ എന്റെ മുന്തിരികളെല്ലാം മോഷ്ടിക്കുന്നുണ്ട്. ഇതെല്ലാം ലാല അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അദ്ദേഹം വെറുതെ വിടില്ല. ഇല്ല ഇല്ല, അങ്ങനെ സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും ആ കള്ളനെ പിടികൂടിയേ പറ്റൂ. ബൽദേവ് തീരുമാനിച്ചു ഇന്ന് രാത്രി തന്നെ ആ കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. വൈകുന്നേരം 7 മണിക്ക് ബൽദേവ് എപ്പോഴും പോലെ അവന്റെ തോട്ടത്തിൽ നിന്ന് പോയി. ഇത്തവണ അവൻ വീട്ടിലേക്ക് പോയില്ല. അതിനു പകരം അടുത്തുള്ള മരത്തിന് പുറകെ ചെന്ന് ഒളിച്ചു. ബൽദേവ് ഇത്തവണ അവന്റെ കയ്യിൽ ഒരു ലാത്തിയും വെച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി ആ കള്ളനെ ഞാൻ ചട്നിയാക്കും. ഇനി ആ കള്ളൻ ഇവിടേക്ക് ഒരിക്കലും വരാനേ പാടില്ല. ബൽദേവ് തോട്ടത്തിൽ
ഒരു കണ്ണ് വെച്ചുകൊണ്ടേയിരുന്നു. അർദ്ധരാത്രിയായി, എന്നാലും കള്ളൻ വന്നതേയില്ല. ഇതുവരെ കള്ളൻ വന്നതേയില്ലല്ലോ. ബൽദേവ് ഒരുപാട് വിഷമിച്ചു. എന്നാലും ഒരു കണ്ണ് അവൻ അവിടെ വെച്ചുകൊണ്ടിരുന്നു. അവസാനം നേരം വെളുത്തുപോയി. കുറച്ച് വെളിച്ചം വന്നപ്പോൾ 3 ദേവതകൾ ആ മുന്തിരിത്തോട്ടത്തിലേക്ക് വന്നു. അപ്പൊ ബൽദേവ് കണ്ടു ആ ദേവതകൾ അവിടെയുള്ള ചില മുന്തിരികൾ പറിച്ചത്. ഇത് ദേവതകളല്ലേ? ഇവരാണോ മുന്തിരിങ്ങയെല്ലാം പറിച്ചുകൊണ്ടു പോകുന്നത്? ബൽദേവ് അവിടുന്ന് വേഗവേഗം ദേവതയ്ക്കടുത്തേക്ക് ചെന്നു. നിങ്ങളൊക്കെ ദേവതകളല്ലേ? നിങ്ങൾ എന്തിനാണ് എന്റെ മുന്തിരി മോഷ്ടിക്കുന്നത്? അപ്പൊ ഈ പഴത്തിന്റെ പേര് മുന്തിരിയാണോ? ഞങ്ങളുടെ ലോകത്ത് ഈ പഴമൊന്നുമില്ല. ഒരു ദിവസം ഞങ്ങൾ മുന്തിരി കഴിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അന്നു മുതൽ ഞങ്ങളാണ് പറിച്ചെടുക്കുന്നത്. എന്നാൽ നിങ്ങൾ കാരണം എന്റെ മുതലാളി എന്നെ ജോലിയിൽ നിന്നും പുറത്താക്കും. അതെന്താ? ഈ തോട്ടം ലാലാജിയുടേതാണ്. ലാലാജി എന്നെ ജോലിക്ക് വെച്ചിരിക്കുന്നതാ ഈ മുന്തിരിയെല്ലാം നോക്കി നടത്താൻ. നിങ്ങൾ ഇങ്ങനെ എല്ലാ മുന്തിരിങ്ങയും കഴിച്ചു തീർത്താൽ അദ്ദേഹം എനിക്ക് ശമ്പളം തരില്ല, ജോലിയിൽ നിന്നും പുറത്താക്കും. അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കൂ. ഇത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ മുന്തിരി ഒരുപാട് ഇഷ്ടാ. പക്ഷെ നിങ്ങൾക്കും ഞാൻ കാരണം കഷ്ടപ്പാട് അനുഭവിക്കരുത്. എനിക്കൊരു ഐഡിയ തോന്നി. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ലോകത്തേക്ക് വരുന്നോ? നിങ്ങൾ അവിടെ എനിക്ക് മുന്തിരി വളർത്തുന്നത് പറഞ്ഞു തരൂ. അതിന് പകരം ഞങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ തരാം. സ്വർണ്ണ നാണയമോ? ഹാ, നിങ്ങൾ അതിനു പകരം ഞങ്ങൾക്ക് മുന്തിരി വളർത്താൻ പഠിപ്പിക്കില്ലേ? ശരി, എനിക്ക് സമ്മതമാണ്. ബൽദേവ് കുറച്ച് മുന്തിരി വിത്തുകൾ എടുത്തു. പിന്നെ ദേവതകളെല്ലാവരും ചേർന്നുകൊണ്ട് കൈകൾ പരസ്പരം പിടിച്ചുകൊണ്ട് എന്തോ മന്ത്രം ചൊല്ലി. ആ മന്ത്രം പറഞ്ഞതും ബൽദേവ് ദേവതയ്ക്കൊപ്പം പറക്കാൻ തുടങ്ങി. ബൽദേവ് ആ ദേവതകൾക്കൊപ്പം മേഘത്തിന് മുകളിൽ പറന്നു. ആ ദേവതകൾ മേഘങ്ങളുടെ തോട്ടത്തിലേക്ക് അവനെ കൊണ്ടുവന്നു. അവിടെ വ്യത്യസ്ത തരം പൂക്കൾ ഒരുപാടുണ്ടായിരുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്. ബൽദേവ് ആ തോട്ടം നോക്കി ഒരുപാട് സന്തോഷിച്ചു. എനിക്ക് മനസ്സിലാകുന്നില്ല, മണ്ണില്ലാതെ ഇതൊക്കെ എങ്ങനെ ഉണ്ടായി? ഇത് മാന്ത്രിക മേഘം. ഈ മേഘം മണ്ണ് പോലെ തന്നെ ഉണ്ടാകും. ഇതിൽ എന്ത് വിത്തുകൾ ഇട്ടാലും അത് മണ്ണിൽ മുളയ്ക്കുന്ന പോലെ മുളയ്ക്കും. അപ്പൊ ബൽദേവ് ആ മേഘത്തിൽ കുറച്ച് മുന്തിരി വിത്തുകൾ ഇട്ടു. അതങ്ങനെ ഇട്ട ഉടനെ തന്നെ അവിടെ കുറച്ച് മുന്തിരി ചെടികൾ വന്നു. ഭൂമിയിലും ഇതേപോലെ മുന്തിരി വിളവെടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? മുന്തിരി വള്ളിക്ക് നമ്മൾ ദിവസവും വെള്ളമൊഴിക്കണം. അതുമല്ലാതെ കീടങ്ങളൊന്നും വരാതെ അതിനെ നന്നായി സംരക്ഷിക്കണം. ഒരു ദേവത മന്ത്രം പറഞ്ഞതും ആ ചെടിക്ക് അടുത്ത് തന്നെ ഒരു മേഘം വന്നു. ഇപ്പൊ ഈ മേഘം ദിവസം ചെടികൾക്ക് വെള്ളമൊഴിക്കും. ഭൂമിയിലെ ചെടികളിൽ പുഴുക്കളൊക്കെ വരില്ലേ? പക്ഷെ ഇവിടെ വരില്ല. ഇവിടെ മണ്ണില്ലല്ലോ. ഹാ, ഞാനത് മറന്നുപോയി. ഇപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുമില്ല, സമയാസമയം ഇതിനെ വെള്ളമൊഴിച്ചാൽ ഈ ചെടി തന്നെ തന്നെ വളർന്നോളും. ബൽദേവ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോ അടുത്തുള്ള ഒരു മരത്തിൽ ഒരു കൂട്ടം മുന്തിരി വന്നു. അത് കണ്ട് ദേവതകൾ സന്തോഷിച്ചു. അവിടെ നോക്കൂ, അവിടെ മുന്തിരി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഭൂമിയിൽ പോകേണ്ട ആവശ്യമേ ഇല്ല. രുചിയുള്ള മുന്തിരിപ്പഴം ഞങ്ങൾ ഞങ്ങളുടെ തോട്ടത്തിൽ തന്നെ വളർത്തി. ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് നന്ദി. കുഴപ്പമില്ല. ദേവതകൾ വീണ്ടും മന്ത്രം ചൊല്ലി. ബൽദേവിന്റെ കയ്യിൽ ഒരു വലിയ കലം വന്നു. ആ കലം മുഴുവനും സ്വർണ്ണ നാണയങ്ങൾ ഉണ്ടായിരുന്നു. അത്രയും സ്വർണം ഒരുമിച്ച് കണ്ടപ്പോൾ ബൽദേവ് ശരിക്കും ഒരുപാട് ഷോക്കായി. ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം വന്നാൽ ഞങ്ങൾ വീണ്ടും നിങ്ങളെ കാണാൻ വരാം. ഉറപ്പായും വരൂ. ദേവതകൾ മന്ത്രം പറഞ്ഞതും ബൽദേവ് ആ ലോകത്തിൽ നിന്ന് മാഞ്ഞുപോയി. അവൻ വീണ്ടും ആ മുന്തിരിത്തോട്ടത്തിൽ വന്നു. ഇപ്പൊ അവന്റെ കയ്യിൽ ആ കലവും ഉണ്ടായിരുന്നു. ബൽദേവ് ആ കലം എടുത്തുകൊണ്ട് അവന്റെ വീട്ടിൽ ചെന്നു. ഇത്ര സ്വർണ്ണ നാണയങ്ങളോ? ഇത് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? മേഘത്തിൽ കൃഷി ചെയ്തപ്പോൾ ദേവതമാർ തന്നതാ. ദേവതകളോ? ബൽദേവ് അവന്റെ ഭാര്യയോട് നടന്നതെല്ലാം പറഞ്ഞു. നിങ്ങൾ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആദ്യം എന്തെന്നാൽ നമ്മൾ പണക്കാരായത്, മറ്റൊന്ന് മേഘത്തിലും കൃഷികൾ ചെയ്യാൻ കഴിയുമോ? നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്നതൊക്കെ സത്യമാ. ബൽദേവ് ഒരു വലിയ വീടും വാങ്ങി. അവന് സ്വന്തമായൊരു കൃഷിയിടവും വാങ്ങി. ആ സ്ഥലത്ത് അവനും മുന്തിരിത്തോട്ടം ഉണ്ടാക്കാൻ തുടങ്ങി. അവനിപ്പോ പൈസയ്ക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ദേവതകൾ അവനെ സഹായിച്ചു. മേഘത്തിൽ കൃഷി ചെയ്തതിൽ അവന്റെ ഭാഗ്യം തന്നെ മാറി.